ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, നമ്മൾ വീട് വിടുകയാണ്. എന്ന് വെച്ച് നാടും വീടും കുടിയൊക്കെ വിട്ട് എന്നേക്കുമായി ഇവിടുന്ന് പോവല്ല, നമ്മൾ തറവാട്ടിക്ക് പോവാണ്. കുറെ ദിവസമായില്ലേ തറവാട്ടിക്കൊക്കെ ഒന്ന് പോയിട്ട്. ഇന്ന് എന്തായാലും പോയി ഇമ്മമാനി വെല്ലിപ്പാനൊക്കെ ഒന്ന് സ്വീപ്പാക്കിയിട്ട് വരാം. അങ്ങനെ എന്താ ഡ്രസ്സൊക്കെ മാറി പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇമ്മാനി നൗറാനി. ഇവർക്ക് രണ്ടാൾക്ക് എന്തോരം നേരമാണെന്നറിയാം മാറ്റാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഓട്ടോ കയറി നമ്മള് ബസ് സ്റ്റാൻഡിക്ക് വന്നിറങ്ങി. ഇമ്മച്ചാണെങ്കിൽ ഇവിടെ ആടിനെ തൊലിച്ച് കൂട്ട് കയറ്റണ മാതിരി ഞങ്ങൾ എല്ലാരും ബസ് കയറ്റിയിരുന്നു. എന്തൊരു കഷ്ടല്ലേ, 4 പിള്ളേരുണ്ടെങ്കിൽ ഒറ്റക്ക് നടന്നാ പോരെ, അതിനെയൊക്കെ കൂടി താങ്ങി കയറ്റി കൊണ്ട് നടക്കണം. ഈ പിള്ളേരെ കൂട്ടത്തിൽ ഞാനും പെടും. അപ്പൊ ഞാൻ അമ്മാനോട് ഇങ്ങനെ ചോദിച്ചു, 4-5 കുട്ടികളുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ ഉമ്മാന്ന്. അപ്പൊ ഉമ്മച്ചി പറയാണ്, അതിനേക്കാൾ കഷ്ടപ്പാടാണ് ഉണ്ടായ മൂത്ത കുട്ടിക്ക് 10 പൈസന്റെ വിവരമില്ലെങ്കിൽ. അതപ്പോ അങ്ങനെ ഒരു വർത്താനം ഇന്നെ കുത്തി പറഞ്ഞ മാരുണ്ടല്ലോ. അല്ലെങ്കിൽ ഈയിടെയായിട്ട് ഉമ്മക്ക് വളഞ്ഞ കുറച്ച് കോമഡി പറയൽ കൂടുതലാണ്. ഭയങ്കര ക്യാമറ ഷെയാണ്. ക്യാമറ കണ്ട അപ്പം നാണാണ്, പെണ്ണ് കാണാൻ വന്ന മാതിരിയാണ്. എന്നാലും ഇടക്കും നിലക്കൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കും, ഇച്ചിരി നാണം കണ്ട് മാറട്ടെ അരിച്ചിട്ട്. ഇപ്പൊ നമ്മള് പോണത് ഇമ്മാന്റെ പെരീക്കാണ്. ഉമ്മാന്റെ പെരീക്ക് പോണോടെ മുഴുവനും നല്ല നിറച്ച് തേയിലത്തോട്ടവും കുന്നും മലയും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ ബസ്സൊക്കെ കയറി നേരെ നമ്മളത് ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ പോയി ഇറങ്ങി. ചെറിയൊരു വിഷമം പ്രിയദർശിനി കിട്ടാത്തത്. ഇനി പെര ഒരു കുന്നത്തായതുകൊണ്ട് ഒരു കുന്നുപോലത്തെ റോഡ് കയറണം. പക്ഷെ കുന്നുപോലത്തെ റോഡാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു വയ്യും ജയിലും ആയിരിക്കും. അതുകൊണ്ടൊക്കെ ഓട്ടോക്കാരൊക്കെ താഴെ നിർത്തിയിട്ട് പോവാണേ, മേലെ കുന്ന് കയറൂല അറിഞ്ഞിട്ട്. ഓരെ പറഞ്ഞിട്ടും കാര്യമല്ല, 5 ഉറുപ്പിക ലാഭം വിചാരിച്ചു കുന്ന് കയറിയാൽ 50 ഉറുപ്പ്യന്റെ ചെലവാണ്. കണ്ടിയിലെ റോഡിന്റെ ഒരു അവസ്ഥ. അതിൽ കൂടെ വണ്ടി കൊണ്ട് പോകുമ്പോ ഒരു വേജാറാണ്. ആ കല്ലിന്റെ നിരക്കൊക്കെ കേൾക്കുമ്പോഴേ എങ്ങാനും ഉരുണ്ട് പറഞ്ഞ് താഴേക്ക് വിൽക്കൂ. ഇവിടെ താഴോട്ടേക്കുള്ള റോഡൊന്നും വലിയ കുഴപ്പമില്ല, ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് റോഡ് പണിക്ക് ഫണ്ട് പാസ്സായത് താഴത്തെ റോഡിൽ. വലിയ കുഴപ്പമില്ലാത്ത ആ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് അത് വീണ്ടും പണിത് നന്നാക്കി. ആ നേരപ്പ് ഇതാണ് നന്നാക്കിയിട്ടെങ്കിൽ ഇതിലുള്ളവർക്കൊക്കെ ഒരു ഉപകാരം ആവുന്നല്ലേ. അപ്പൊ ആ കുന്നൊക്കെ കേറിയിട്ട് ഒരു ഇടവഴി കൂടെ പോയിട്ട് ഈ കാണുന്നതാണ് എന്റെ ഉമ്മാന്റെ തറവാട്. പണ്ടക്കും പണ്ടേ വീട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ പെയിന്റ് ഒക്കെ അടിച്ച് മൊത്തത്തിലൊന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത് സംഭവം കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതൊക്കെ അമ്മമാന്റെ ചെടികളാണ്. ഇമ്മമ്മ ഉംറക്ക് പോയിട്ട് വന്നിട്ട് പാകം 3-4 ദിവസം ആവണുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ആ 15 ദിവസം കൊണ്ട് ഈ ചെടികളൊക്കെ വടിയാവുന്നു. പക്ഷെ വിചാരിച്ച പോലെ ഒന്നല്ല. ഇമ്മമ്മ പോയപ്പോ വെല്ലിപ്പത് അതിൽ ഉസാറായിട്ടാണ് നോക്കിയിരിക്കുന്നത്. ഉംറക്കൊക്കെ പോയിട്ട് ഉമ്മമ്മ വന്ന സമയത്ത് ഇമ്മച്ചിന്റെ അനിയത്തി, അതായത് ഇമ്മച്ചിക്ക് 3 അനിയത്തിമാരാണുള്ളത്, ഓലും മക്കളും എല്ലാരും വന്നു. ഓൽക്കാണെങ്കിലും മഴ ആയത് കാരണം കേരളത്തിൽ ലീവ് ആയതുകൊണ്ട് 2-3 ദിവസം സ്കൂളും ഇല്ലേ. അതിൽ നിന്നൊരു വേറിട്ട സന്തതിയാണല്ലോ എന്റെ അമ്മ. ഞങ്ങൾ തമിഴ്നാട്ടിലാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം അന്ന് സ്കൂളിൽ ലീവ് കിട്ടി. സോ ദാറ്റ് എല്ലാരും കൂടി അന്ന് ഞങ്ങൾക്ക് കൂടാൻ പറ്റിയില്ല. അപ്പൊ അടുത്ത ദിവസം സ്കൂളിന് ലീവ് കിട്ടിയെന്നാണ് ഞങ്ങൾ വന്നത്. പിന്നെ അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയത്തി വന്ന് ബാക്കി 2 ആളും വന്നു. പോയി ഡ്രസ്സൊക്കെ മാറ്റി ഒരു കപ്പ് ചായ ഒക്കെ കുടിച്ചു. പോവാൻ ഇറങ്ങിയപ്പോ തന്നെ എന്റെ കയ്യിൽ ഒരു ബാണ്ടക്കെട്ട് കണ്ടില്ല നിങ്ങള്. പേന, പെൻസില്, കളറ്, വരക്കാനുള്ള പേപ്പർ, ഇതൊക്കെയാണ്. എവിടെ പോയാലും കണ്ടന്റ് മുഖ്യം ബിഗില്. നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ഒരു ആത്മാർത്ഥത. ഇത് എനിക്ക് വരക്കാനുള്ള ബുക്ക്, ഇത് വരക്കാനുള്ള പേപ്പർ, ഇതെല്ലാം കൂടി എടുത്ത് പുറത്ത് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കഷ്ടപ്പെട്ട് കുത്തിരുന്ന് വരക്കാണ്. ബിക്കോസ് വൈകുന്നേരം വീഡിയോ ഇടണമെങ്കിൽ ഇനി വരച്ചിട്ട് വേണം. നിങ്ങൾ വിചാരിക്കും പോലെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ് അല്ല ഗൈസ്. ഇത് 2-3 വട്ടൊക്കെ വരച്ചത് കോളായി പോയിട്ട് പിന്നെയും വരച്ചിട്ട് വേണം ഓരോന്ന് സെറ്റാക്കി ഓരോ ദിവസം ഓരോന്ന് വെച്ച് വീഡിയോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി എന്റെ ഒരു കഷ്ടപ്പാട്. ഇന്നാണെങ്കിൽ നമ്മള് വരക്കണത് രവീണ ചേച്ചീനെയായിരുന്നു. അങ്ങനെ വരയും കുറിയൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോക്കിനും ഇമ്മയും വെല്ലിപ്പച്ചിയും കൂടി നേരെ പോയിട്ട് ചക്കയൊക്കെ ഉണ്ട് എവിടെ നിന്നൊക്കെ പറിച്ചെടുത്ത് വന്ന്. വെല്ലിപ്പച്ചിന്ന് ഞാൻ വിളിക്കണത് ഉമ്മാന്റെ പാനയാണ് കേട്ടോ. അതൊക്കെ ചെറുപ്പത്തിൽ ഉരുവിട്ട് വന്ന പേരാണ്. അതെന്താ അങ്ങനെ വിളിക്കണം ഇങ്ങനെ വിളിക്കണമെന്നൊന്നും ആരും ചോദിക്കണ്ട. എന്റെ ഉമ്മാക്കാണെങ്കിൽ ചക്ക, മാങ്ങ, തേങ്ങ, ചേമ്പ്, താള് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും ഇരുന്ന് തിന്നു. അപ്പൊ ഒരു ചക്കപ്രാന്തി ആയതുകൊണ്ട് തന്നെ ഇമ്മച്ചീനെ പെരയൊക്കെ എത്തിക്കാനുള്ള അമ്മമാന്റെ എളുപ്പവഴിയാണ്, എടീ വേഗം വാ, എനിക്ക് നല്ല പഴുത്ത ചക്കയും ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി തരാം. കേട്ട പാതി കേൾക്കാത്ത പാതി അടുത്ത വണ്ടി പിടിച്ചുകൊണ്ട് ഇമ്മച്ചി ഇവിടെ. മഴക്കാലായതുകൊണ്ട് നല്ല അട്ടശല്യം ഉണ്ട്. അപ്പൊ അങ്ങനെ അട്ടേന്റെ കടിയും കൊണ്ട് ഇമ്മമ്മയും വെല്ലിപ്പയും കൂടി 2-3 ചക്ക പറിച്ചുകൊണ്ട് വന്നിട്ട്. അതേപോലെ തന്നെ ചക്ക നന്നാക്കാനും ഉള്ളവർക്കൊക്കെ കൊടുക്കാനും തീറ്റിക്കാനും ആ കാര്യത്തിൽ എന്റെ അമ്മക്ക് ഒട്ടും മടിയില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിനോട് ഭയങ്കര മടിയാണ്. ചക്കയൊക്കെ കണ്ട എനിക്ക് നന്നാക്കാൻ മടിയായിട്ട് ഞാൻ തിന്നും കൂടിയില്ല. സംഭവം പറഞ്ഞ പോലെ തന്നെ നല്ല രസമുള്ള ചക്കയും ഇട്ടോ, നല്ല തേന് പോലത്തെ മധുരം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങള് പിന്നെ വൈകുന്നേരം എല്ലാരും കൂടി ഇരുന്ന് ചക്കയൊക്കെ അങ്ങനെ ആസ്വദിച്ച് തിന്നിരുന്നു. എന്താണെന്നറിയില്ല, വീട്ടിൽ എത്ര ചക്ക കിട്ടിയാലും മുറിച്ചെന്നാലും ചക്കനോട് ഇത്ര ആക്രാന്തം വരില്ല. പക്ഷെ തറവാട്ടിലെത്തിന്റെ കസിൻസുകളും വെല്ലിപ്പാരെയും വെല്ലിമാരൊക്കെ ഉണ്ട് കാണുമ്പം എവിടുന്നാന്നറിയില്ല ഒന്നും പെരന്ന് തിന്നാൻ കിട്ടാത്തൊരു സ്വഭാവമായി പോകും. ഒന്നിനോട് അങ്ങോട്ട് ആക്രാന്തം മാറൂല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, തറവാട്ടിന്റെ മേലെ ഒരു റിസോർട്ട് ഉണ്ട്, അങ്ങോട്ട് പോവായിരുന്നു. എന്ന് വെച്ചാല് നല്ല രസമുള്ളൊരു തേയിലത്തോട്ടവും അതിന്റെ അവിടെ നിന്ന് നോക്കിയാൽ നിറയെ കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ നടുവിലായിട്ട് ഭംഗിയിലൊരു റിസോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക. പണി ഫുള്ളായിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊന്ന് അവിടെ പോയിട്ട് ആ റിസോർട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാന്ന്. ചെന്നതും നന്നായി. നല്ല ചാമ്പക്കയും മാങ്ങയും ബബ്ലിമൂസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പറിച്ച് തിന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം അങ്ങനെ
സമയമൊക്കെ അങ്ങോട്ട് തെണ്ടി തിരിഞ്ഞ് നടന്നു. ഇതിന്റെ ഒരു ഡബിൾ സൈഡ് സ്വഭാവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങിയില്ല. എപ്പോഴും എൻ്റെ റൂമിൽ തന്നെ ചിത്രം വരയും കുറിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. പക്ഷെ ഞാൻ എൻ്റെ കസിൻസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു ഭാഗത്ത് ഇരിക്കാൻ തന്നെ ഇഷ്ടമല്ല. എനിക്ക് ഓലും കൂട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കണം, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പെരൻ്റെ ഉള്ളിൽ ഇരിക്കുകയില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് നല്ല രസമുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് എന്ത് രസാലേ കാണാനായിട്ട്. വലിയ മലയും മേഘവും കോടയും ആകാശവും താഴെ തന്നെ തേയിലക്കുന്നും അതിൽ നിറയെ മരങ്ങളും അതിന്റെ കുണ്ടിലായിട്ട് നിറച്ചു വീടൊക്കെ ആയിട്ട് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. ഈ റിസോർട്ടിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ വരുന്ന ആൾക്കാർക്ക് രസമായിരിക്കും. കാരണം ഈ തേയിലത്തോട്ടത്തിൽ കൂടെ ഒക്കെ ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ നല്ല എന്താ പറയുക കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോയിട്ട് വരാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിൽ പോന്നു. തറവാട്ടിന്റെ മേലുള്ള ഒരു മരമാണ് ഈ ഒരു മരം. പണ്ടൊക്കെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ, അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ആ ചെമ്മീൻ കറിയിൽ ഇടുന്ന കുടംപുളി ഇല്ലേ, അത് ഈ കായ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ പഴുത്ത് വരുമ്പോ പറിച്ചെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കും. 3-4 ദിവസത്തെ വെയിലൊക്കെ തട്ടുമ്പോൾ ഏകദേശം ഇതുപോലെ കളറൊക്കെ ഇച്ചിരി മാറി മാറി തുടങ്ങും. ഒരാഴ്ചയൊക്കെ വെയിൽ കൊണ്ട് ഇങ്ങനെ വരുമ്പോഴേക്കും ഏകദേശം കറുത്ത് കരിക്കട്ടി പോലത്തെ ഒരു കളറാകും. ഇല്ലല്ല, ഇത് കറുത്ത് കരിക്കട്ടിയല്ല, കറുത്ത് കാപ്പി കളറായിട്ടേ ഉള്ളൂ. പിന്നെ ഒന്ന് ഉണങ്ങി വരുമ്പം ഇതുപോലെ ഇങ്ങനെ ചുങ്ങി ചുരുണ്ട് ഇങ്ങനെ ആയിട്ട് അങ്ങനെ കുറെ ദിവസം നല്ലോണം ഉണക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കൊടംപുളി ഇതെന്നിട്ട് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് വേണമെങ്കിൽ കടയിൽ കൊണ്ടുപോയി. എന്നാൽ പിന്നെ നമുക്ക് അതിൽ നിന്നൊരു കഷ്ണം കൊടംപുളി എടുത്തിട്ട് മീൻകറി ഉണ്ടാക്കിയാലോ. ചെമ്മീൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത്തവണ നമുക്ക് കൊടംപുളി ഇട്ട് വെച്ച മത്തിക്കറി ഉണ്ടാകും. അതുപോലെ ഞാൻ ഇവിടുന്ന് മാത്രം തിന്നുന്ന വേറൊരു വെറൈറ്റി സാധനമാണ് ഈ കാണുന്ന വടുവ. ഇവിടെ ഇതിന് വടുവ എന്നാണ് പറയാ. നിങ്ങൾ അവിടെയൊക്കെ ഇതിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. നമ്മുടെ ചുണ്ടങ്ങായല്ലേ, അതും മുളകും കൂടി അരച്ച് പേസ്റ്റ് ആക്കി ഇതുപോലെ ഉണ്ടയാക്കി ഉണക്കി എടുത്തിട്ടുള്ള ഒരു ഐറ്റം എന്നാണ് പറഞ്ഞത്. ഇത് എന്നിട്ട് നല്ലോണം എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പപ്പടമൊക്കെ പോലെ തന്നെ ചോറിന് സൈഡ് ഡിഷ് ആയിട്ട് കൂട്ടാൻ പറ്റും. ആദ്യം എനിക്ക് ഈ സാധനം വലിയ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇത് തിന്ന് ഒരു സാധനത്തിനോട് ഇഷ്ടം തോന്നുക പറയല്ലേ, അതുപോലെ തിന്ന് എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു ഐറ്റമാണ് ഈ ഒരു വട. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തറവാട്ടിൽ വന്ന വിശേഷങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു വീട്ടിലോട്ടേക്ക് തന്നെ പോയി. എനിക്ക് ഇഷ്ടമാണ് എന്റെ തറവാട്. അവിടെ ചെല്ലുമ്പോൾ പ്രത്യേക ഒരു ഫീൽ. സോ ഗൈസ്, വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കേട്ട് വരുന്നവരെ ബൈ.